അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയിട്ട് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണ്, ക്രിസ്മസ് അവധിക്കാലമാണ്. ആ സമയം അതിരപ്പള്ളി കാണാൻ എത്തിയവർക്ക് ഇത് കേൾക്കുമ്പോൾ ഉള്ളൊരു നിരാശ എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാം. ദാ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെയാണല്ലേ, വെള്ളം ഒരു നീർച്ചാലു പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. വലിയ നിരാശയായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നത്. വനപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് നന്നേ കുറഞ്ഞതോടെ വെള്ളച്ചാട്ടം അങ്ങനെ മെലിഞ്ഞുണങ്ങി പോയിരിക്കുകയാണ്. ഒപ്പം പെരിങ്ങൽകുത്തിൽ വൈദ്യുതി ഉൽപ്പാദനം പകൽ സമയങ്ങളിൽ കുറച്ചതോടെയാണ് പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നന്നേ കുറഞ്ഞത്. MS ലിഷോയാണ് നമ്മുടെ കൂടെയുള്ളത്. ലിഷോ, ഇതിപ്പോൾ അതിരപ്പള്ളിയിൽ മാത്രമല്ല മറ്റു പലയിടത്തെ സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം വാഗമൺ പോയിട്ട് അത്യാവശ്യം നമ്മൾക്ക് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ചെന്നപ്പോൾ വലിയ ചൂടും അതേപോലെ പരവേശമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. രാവിലെയൊക്കെ മാത്രം ഇത്തിരി തണുപ്പൊക്കെ നോക്കിയാൽ മതി, ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ അതിരപ്പള്ളിയിലായാലും ഇങ്ങനെയുള്ള പല സ്ഥലത്താണെങ്കിലും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നവർക്ക് നിരാശയായിരിക്കും. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ പ്ലാൻ ചെയ്തവരുടെയൊക്കെ പദ്ധതി ഇനി മാറ്റേണ്ടി വരുമോ? അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായി ഈ അവധിക്കാലത്ത് ഒരുപാട് ആളുകളാണ് എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായി വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. സാധാരണഗതിയിൽ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ, അതായത് മാർച്ച് മാസം ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴാണ് അതിരപ്പള്ളി മെലിഞ്ഞുണങ്ങി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാർത്ത നമ്മൾ കൊടുക്കാറുള്ളത്. കാരണം അത്രത്തോളം വെള്ളം കുറയാറുള്ളത് ആ ഒരു സമയത്തൊക്കെയാണ്. ഇതിപ്പോൾ പക്ഷേ ഡിസംബർ മാസം ആയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് പൂർണ്ണമായും വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആളുകളാണ് അങ്ങോട്ടേക്ക് എത്താറുള്ളത്. അതിരപ്പള്ളിയുടെ ആ ദൃശ്യ മനോഹാരിതയൊക്കെ കാണാനും അതൊക്കെ ആസ്വദിക്കാനുമായി ഒരുപാട് ആളുകളുണ്ട് എത്താറുണ്ട്. അതിൻ്റെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ തന്നെ നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നതൊക്കെ നല്ല രസമുള്ള ഒരു അനുഭവം കൂടിയാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഇപ്പോൾ അതിരപ്പള്ളിയിലേക്ക് പോയാൽ ആർക്കും ലഭ്യമാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ, പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. സാധാരണ മഴക്കാലത്ത് നമ്മൾ അതിരപ്പള്ളി നിറഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അതിമനോഹരമാണ്. പക്ഷേ ഇതിപ്പോൾ വളരെ മെലിഞ്ഞുണങ്ങിയ രീതിക്ക് വളരെ ചെറിയ തോതിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. കാരണം പകൽ സമയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ അളവ് കുറച്ചിരിക്കുകയാണ്. രാത്രി സമയങ്ങളിലാണ് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പെരിങ്ങൽകുത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് കൂടുതലായും വെള്ളം ഒഴുക്കി വിടുന്നത്. എന്തായാലും ഈ ഒരു ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം ഇനിയിപ്പോൾ ഒരു മഴ ഉണ്ടാകുന്നത് വരെയോ അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം ശരിയാണ് ലിഷോ. ഇപ്പോൾ പല സ്ഥലങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ അതിരപ്പള്ളി കുറച്ച് നേരത്തെ ഇങ്ങനെ മെലിഞ്ഞുണങ്ങി പോയിരിക്കുകയാണ്. പല യാത്രകളൊക്കെ പോകുമ്പോൾ പലരും നിരാശയാവാറുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിലൊക്കെ പലർക്കും പോകുമ്പോൾ നല്ല തണുപ്പാണ് എന്ന് പറഞ്ഞിട്ട് പകൽ സമയത്തൊക്കെ ഒരു 9 മണി സമയമൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് വലിയ ചൂടും വെയിലും ഒക്കെ ആയിരിക്കും അനുഭവിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് നേരം, വൈകുന്നേരം തൊട്ട് രാത്രി മാത്രം തണുപ്പൊക്കെ പ്രതീക്ഷ മതി ഇപ്പോഴേ പറയുകയാണ്. പക്ഷേ യാത്രയൊന്നും വേണ്ട എന്ന് വെക്കരുത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കറങ്ങുന്ന കാര്യമൊക്കെ കണ്ടിട്ട് കിട്ടിയ ഒരു സമയമാണ്. സുരക്ഷിതമായ യാത്രയൊക്കെ പോകുക, അടിച്ചു പൊളിക്കുക. ശരി ലിഷോയ്.